നമുക്ക് ഈ കണ്ടക്ടറെയും ഡ്രൈവറെ കിട്ടാൻ വലിയ പ്രയാസമാണ്. ഇപ്പം എംപ്ലോയ്മെന്റ് വിളിച്ച കിട്ടില്ല. പക്ഷെ ഒരു കാര്യം കൂടി, ഒരു തവണത്തേക്ക് ഞാൻ ക്ഷമിക്കാൻ പോവുകയാണ്. ഒരു തവണത്തേക്ക്, അതായത് മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന്റെ പേരിൽ പുറത്തുപോയ പെർമനന്റ് ആൾക്കാർ 3 മാസം കഴിയുമ്പോൾ തിരിച്ചു കയറുന്നുണ്ട്. പുറത്തുപോയ കുറെ ആളുകൾ നിൽപ്പുണ്ട്. ഒരു തവണ ക്ഷമിച്ചു, അവരെ തിരിച്ചു കയറ്റി 5000 രൂപ കൂടി ഒരു ഫൈനായി വാങ്ങിച്ചുകൊണ്ട് അവരെ 1000-600 പേര് വെളിയിൽ നിൽപ്പുണ്ട്. ഡ്രൈവറെ കിട്ടാൻ പ്രയാസമുള്ളത് കൊണ്ടും കൂടിയാണ്. അതിൽ വലിയ കുഴപ്പക്കാരല്ലാത്ത മേജർ ആക്സിഡന്റും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടില്ല ആളുകളെ ഒരു 5000 രൂപ വാങ്ങിച്ചുകൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ KSRTC CMDക്ക് ഞാൻ ഇനി ഒരു എക്സ്ക്യൂസ് ഇല്ല. ഇനി അങ്ങനെ ഉണ്ടായാൽ യാതൊരു ക്ലെയിമും ഇല്ല, പൈസ വാങ്ങിച്ച് പൊയ്ക്കോണം എന്ന നിലയിൽ ഇതൊരു ഫൈനായി കണക്കാക്കി ഇപ്പൊ കൊടുത്ത പൈസ കൂടാതെ 5000 രൂപ കൂടി ഫൈൻ കെട്ടിക്കൊണ്ട് അവരെ തിരിച്ചെടുക്കാൻ KSRTC CMDക്ക് ഇവിടെ വെച്ച് ഞാൻ നിർദ്ദേശം കൊടുക്കണം. 650 പേരിൽ വെളിയിൽ നിൽപ്പുണ്ട്. 500 പേരെങ്കിലും തിരിച്ചു വന്നാൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. നമ്മൾ എംപ്ലോയ്മെന്റ് വഴി വിളിച്ചിട്ട് പോലും ആളെ കിട്ടാനില്ല. കാരണം കണ്ടക്ടർ പണിക്ക് പിന്നെ ആൾ വരും, ഡ്രൈവർ പണിക്ക് വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു തവണത്തേക്ക് കൂടി ഇനിയില്ല. 1 കഴിഞ്ഞ് 2ആയി. ഞാനത് ഇനി 3ാമതൊരു ക്ഷമയില്ല. അത് എഴുതി വാങ്ങിച്ചുകൊണ്ട് കയറ്റാൻ KSRTC CMDക്കും ഷറഫിനും ഷാജിക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. നിങ്ങളത് പിന്നെ ഈ പ്രദീപ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓപ്പറേഷൻ എന്നും വന്ന് പരാതി പറയും, ആൾ കുറവുണ്ടെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാൻ എനിക്ക് മനസ്സില്ലാത്തൊരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് പുറമോട്ട് പോകുന്ന ആളല്ല. എന്നാലും ഒരു മനുഷ്യത്വം കൂടി കണക്കിലാക്കി ഇനി അത് ആവർത്തിക്കരുത് എന്ന ഉറപ്പിന്റെ മേലാണ്.